CAD സോഫ്റ്റ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓട്ടോകാഡ് 3Dയിലുള്ള UCS2 എന്ന ടൂൾ ബാറിനെ കുറിച്ചും അതുപോലെ തന്നെ വ്യൂ എന്ന ടൂൾ ബാറിനെ കുറിച്ചുമാണ്. ഇത് രണ്ട് ടൂളും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ കാണുന്ന വ്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വ്യൂവിൻ്റെ അകത്ത് വെച്ച് വ്യൂ പോർട്ടിൻ്റെ അകത്ത് വെച്ച് നമ്മൾക്കൊരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുക, ഓരോ സൈഡുകൾ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുക എന്ന കാര്യമാണ് ഈ രണ്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വ്യൂ ടൂൾ ബാർ നമുക്ക് എടുക്കുന്നതിന് വേണ്ടി CAD 3Dൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വ്യൂ ടൂൾ ബാർ എടുക്കുന്നതിന് വേണ്ടി ടൂൾസ് മെനു ബാറിൻ്റെ അകത്ത് ടൂൾ ബാറിൽ ഓട്ടോകാഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ടൂൾ ബാർ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ടൂളാണ് UCS2. അതും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ നമുക്കിവിടെ റിബൺസിൻ്റെ അകത്ത് നമ്മൾ 3D മോഡലിങ്ങിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് സ്പേസ് 3D മോഡലിങ്ങിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നെ ഹോമിൻ്റെ അകത്ത് കോർഡിനേറ്റ്സിൻ്റെ അകത്ത് UCS2ഉം അതുപോലെ തന്നെ വ്യൂവിൻ്റെ അകത്ത് വ്യൂ ടൂൾ ബാറും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് 2Dയിലുള്ള നമ്മുടെ ഈ ഒരു ഷീറ്റ് നമുക്ക് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വ്യൂ ടൂൾ ബാറിൻ്റെ അകത്ത് സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓരോന്നും നോക്കാം. ഇപ്പോൾ ടോപ്പ് പ്രധാനമായിട്ടും 2D ആക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് ബോട്ടം സൈഡിലുള്ള ഡ്രോയിങ്സ് ഒക്കെ കാണുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടം സൈഡ് 3D ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം സൈഡ് കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ബോട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട്, ബാക്ക് ഓരോ സൈഡ്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സൈഡ് നമുക്ക് കാണുന്നതിന് വേണ്ടി ഈ ഓരോ ടൂൾസും യൂസ് ചെയ്യും. അതിൻ്റെ 3D വ്യൂ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്നുള്ള ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3D ആയിട്ട് കാണാം. ഈ ഒരു സൗത്ത് വെസ്റ്റിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ തന്നെ നമുക്ക് സൗത്ത് ഈസ്റ്റിലേക്കും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഇങ്ങനെ ഓരോ ഇതിലേക്കും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ വരക്കുന്ന ഒരു ബോക്സ് വരച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഓരോ വ്യൂവും നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് നോക്കാം. ജസ്റ്റ് ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് വ്യൂവും അതുപോലെ തന്നെ ബോട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം വ്യൂവും കാണാം. അതുപോലെ തന്നെ ഫ്രണ്ടും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കാണാൻ സാധിക്കും. സൗത്ത് വെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൈഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ സൗത്ത് ഈസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സൗത്ത് വെസ്റ്റ് കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഇങ്ങനെ ഓരോ സൈഡായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സൈഡ് നമ്മൾ കാണുന്നത്. ഓരോ വ്യൂവിൻ്റെ ഓരോ സൈഡ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇത് യൂസ് ചെയ്യുന്നത്. ഇനി UCS2ൻ്റെ യൂസേജ് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു 3Dയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോർഷനിൽ നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് UCS2 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വേൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് ടോപ്പിൻ്റെ മുകളിലുള്ള ഓപ്ഷൻ, അതായത് എല്ലാ സൈഡിനും പകരമായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ്, ടോപ്പിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് തന്നെയാണ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ എല്ലാ വ്യൂസിനും ഒരുപാട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം എന്നുള്ള യൂസേജാണ് വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ടോപ്പ് എന്ന് കാണാം. നമ്മൾ ഈ ഒരു ഡ്രോയിങ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിലുള്ള ഡ്രോയിങ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ
ബോട്ടം സൈഡിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഫ്രണ്ട് സൈഡിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വരയാനെങ്കിലും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലും നമുക്ക് ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. സർക്കിൾ വരയ്ക്കാൻ വേണ്ടി സർക്കിൾ എടുത്തു, ജസ്റ്റ് ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡിലായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്കിവിടെ ടോപ്പിൽ വരയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സർക്കിൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ടോപ്പിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ടോപ്പ് തന്നെ കൊടുക്കണം. ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ടോപ്പ് തന്നെ സെലക്ട് ആയിട്ട് കിട്ടും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് UCS2 എന്ന് പറയുന്നത്. ഡ്രോയിങ് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആ സൈഡിൽ എന്തെങ്കിലും എഡിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് UCS2 എന്ന് പറയുന്നത്. നമ്മൾ CAD 3Dൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടൂൾസാണ് ഈ രണ്ട് ടൂളും, വ്യൂ ടൂൾ ബാറും അതുപോലെ തന്നെ UCS2 എന്ന് പറയുന്ന ഈ ഒരു ടൂളും.